എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇതാണ് അടതാപ്പ്. അപ്പൊ അടതാപ്പിന് ഇറച്ചിക്കാച്ചില് ഇറച്ചിക്കിഴങ്ങ് ഏർപ്പെട്ടിട്ട് എന്ന പേരിലൊക്കെ അറിയപ്പെടും. അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ അടതാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഷുഗർ പേഷ്യൻസിനും കഴിക്കുക. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഉരുളക്കിഴങ്ങ് ഷുഗർ പേഷ്യൻസിന് അധികം കഴിക്കണം നല്ലതല്ലല്ലോ. അപ്പൊ പണ്ട് കാലത്ത് നമ്മ ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിച്ചിരുന്നാണ് ഈ അടതാപ്പ്. പിന്നെ അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന് പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്നത്. അപ്പം അടതാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതേപോലെ വാതരോഗങ്ങള്, സോറിയാസിസ്, മുട്ടുവേദനക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മ ഈ അടതാപ്പ് കഴിക്കണത്. അടതാപ്പ് നട്ട് വളർത്താനായിട്ട് ഒരു പ്രയാസമില്ല. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമ്മിപ്പ അടതാപ്പ് നടേണ്ടത്. അപ്പൊ അടതാപ്പ് നടാനുള്ള ഒരു സമയമാണ് ഇപ്പൊ കണ്ട. നമ്മ എത്ര നേരത്തെ അടതാപ്പ് എടുത്തു വെച്ചാലും ഇതിന് മുള വന്നത് ഈ മാർച്ച് മാസത്തോടു കൂടിയാണ് ഇതേപോലെ മുള വരും. നമ്മ വെറുതെ വെച്ചാലും വരും, മണ്ണിന്റെ അടി കിടന്നാലൊക്കെ വരും. അപ്പൊ ഒരുപാട് പേർക്കാണ് ഞാൻ അടതാപ്പിന്റെ വിത്ത് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ മുള വന്നിട്ടില്ലല്ല എന്നൊക്കെ ചിലവര് പറയും. പക്ഷെ മുള എന്തായാലും അടതാപ്പിന് വന്നിരിക്കും. അത് ഈ മാർച്ച് ഏപ്രിലോടുകൂടെ അടതാപ്പിന് മുള വരുള്ളൂ. നമ്മ ചെറിയ വിത്ത് വരെ നട്ടാ മതി കേട്ടാ. ഇപ്പൊ നമുക്ക് ഇത്രയും ചെറിയ വിത്ത് വരെ നട്ടാ മതി. അടതാപ്പ് എന്തായാലും വള്ളിയുമലാണ് ഉണ്ടാവുന്നത്. നമുക്ക് ഒരു വല്ല മരത്തുമ്മലോ അല്ലെങ്കിൽ ഒരു വള്ളി കെട്ടിക്കെടുത്തോ പന്തലിലോ ഒക്കെ നമുക്ക് അടതാപ്പ് വളർത്താം. അങ്ങനെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണം. നമ്മ ജൈവവളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അടതാപ്പ് ഉണ്ടായി കിട്ടും. പിന്നെ അടതാപ്പ് എന്ന് പറയുന്ന മരത്തിന്റെ മുകളിൽ കയറിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് മൂപ്പെത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് നെട്ടുമ്പോ നടർന്ന് താഴേക്ക് വീണ് കിടക്കും. അപ്പൊ നമുക്ക് പറിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്താണ് അടതാപ്പ്. പിന്നെ അടിയിലൊരു കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങാണ് നമ്മ സോറിയാസിസ്, മുട്ടുവേദനക്കൊക്കെ ഏറ്റവും ഫലപ്രദമാണ്. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ ആ കിഴങ്ങും നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ മുകളിൽ ഉണ്ടാവുന്ന അടതാപ്പും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് കറി വെക്കാനും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. കണ്ട, ഇതിന് ഒരു പുറത്ത് നമ്മ ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ്. കണ്ട, ഒരു പച്ച കളറാണ്. നമ്മ ഇങ്ങനെ ഈ തോല് പൊളിക്കുമ്പോ ഉള്ളില് നല്ല യെല്ലോ കളറാണ് കേട്ടാ. അപ്പൊ നമ്മ ഈ തോല് കളഞ്ഞിട്ട് ഈ പച്ച കളറും കൂടെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കും. അതേസമയം നമ്മ ഇറച്ചിക്കറിയിലും വറുത്തച്ച കറി വെക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് ഈ അടതാപ്പിന്. അപ്പൊ നമ്മിപ്പോ നടാൻ പോണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ചാക്കിലാണ് നടണത്. നമുക്ക് ചാക്കിന്റെ ആവശ്യമുള്ളൂ. സിമെന്റ് ചാക്കുകളൊക്കെ ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സിമെന്റ് ചാക്കൊന്നും നമ്മ പൈസ ഒന്നും കൊടുക്കണ്ട. ഈ സിമെന്റ് ചാക്ക് മതി നമുക്ക് അടതാപ്പ് വളർത്താനായിട്ട്. അപ്പം നമ്മ അടിയിൽ മൊത്തം കരിയില നമ്മ കുത്തി നിറച്ചേക്കണേണ് ഈ ചാക്കിന്റെ. അപ്പൊ നമുക്ക് മണ്ണ് കുറച്ച് മതിയല്ലോ. ഇന്ന് എല്ലാവർക്കും മണ്ണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. കരിയില മതി. കരിയിലയില് നമുക്ക് ഒന്ന് അടിച്ചു വാരണതും പറമ്പിലേക്ക് കരിയിലൊന്നും നമ്മ കളയരുത്. കരിയില കൂട്ടി വെച്ചാൽ തന്നെ നമുക്ക് ഏറെ കുറെ നമുക്ക് കൃഷിക്ക് ചെലവ് കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മ കണ്ട മുകളിൽ നമ്മ ഇട്ടേക്കണേന്ന് വെച്ചാല് ഈ മണ്ണിൽ ഇപ്പൊ നമ്മ മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, സൂഡോമോണസ്, കുമ്മായൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണിത്. അപ്പൊ നമ്മ ഇങ്ങനെ മണ്ണ് മിക്സ് ചെയ്ത് ഇട്ടേക്കും. അത് നമ്മ ആവശ്യത്തിന് ചെടി നടാനായിട്ട് എടുക്കും. അപ്പൊ ഈ മണ്ണിലാണ് ഇപ്പൊ നമ്മ നടാൻ പോണത്. അപ്പൊ ഇപ്പൊ നമുക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ മഴ വന്നേക്കും മുമ്പ് നമ്മുടെ അടതാപ്പ് വള്ളികളായിട്ട് മരത്തുമ്മലോ പന്തലിലോ ഒക്കെ കയറിയിട്ടുണ്ടാവും. നമുക്ക് അടതാപ്പ് നടാം. അപ്പൊ നമുക്ക് കണ്ട ഈ അടതാപ്പ് തന്നെ നമുക്ക് നടാം. അപ്പൊ ഇതിനിപ്പോ മുളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടതാപ്പ് വേണ്ട ഇതേപോലെ നട്ടുകൊടുക്ക. എന്നിട്ട് ഇനിയിപ്പോ നമുക്ക് വള്ളി വീശി കഴിയുമ്പോ നമുക്കൊരു വള്ളിയൊക്കെ കെട്ടിയിട്ട് നമുക്ക് നട്ടുകൊടുക്കാം. പിന്നെ നമുക്ക് കണ്ട എല്ലാ അടതാപ്പും തന്നെ മുള ഇല്ലെങ്കിലും നമുക്ക് നട്ടുകൊടുക്കാട്ടെ. തനിയെ മുള വന്നോളൂ. മുള തന്നെ വന്നൊന്നുമില്ല. പക്ഷെ അടതാപ്പ് നമ്മ എടുത്ത ഈ സമയമാകുമ്പോ നമുക്ക് മുള വന്നിട്ടുണ്ടാവും. നമുക്കൊരു 4 അടതാപ്പ് നമുക്ക് എല്ലാ ചാക്കിലും ഒരുപാട് ചാക്കുകളിൽ തന്നെ ഞാനിവിടെ അടതാപ്പ് നടാൻ പോണത്. എന്നിട്ട് ഇവിടെ ചെറിയ മരങ്ങളുണ്ട്, അതിലേക്ക് പടർത്തി കൊടുക്കാനാണ്. പ്രത്യേകിച്ച് നമുക്കിനിപ്പോ പന്തലിന്റെ ആവശ്യമൊന്നും വരൂലല്ലോ. കണ്ട നമ്മ ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് ഇനി നമുക്കില്ലേ ഇത് പടർന്ന് പോകും തോറും നമ്മളിപ്പോ കുറച്ചും കൂടെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്ക. ഈ ഒന്നും കൂടി ഇത് വലുതാകുമ്പോ കരിയിലേക്ക് നമുക്ക് ഉണ്ടെങ്കിൽ കരിയിലേക്ക് ഇട്ട് പൊതിയിട്ട് കൊടുക്കാം. പിന്നെ
നമുക്ക് സ്പെയർ രൂപത്തിലുള്ള വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഇഷ്ടം പോലെ അടതാപ്പ്, ഒരു അടതാപ്പ് ഇട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ അടതാപ്പ് കിട്ടും. നമുക്കൊന്ന് നനച്ചു കൊടുക്കണേ കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നമ്മ ഒന്ന് നനക്കണമല്ലോ. കണ്ട നമുക്ക് ഇതേപോലെ നന്നായിട്ട് നനച്ചു. ഇനിയിപ്പ മഴ ഇല്ലെങ്കിൽ നമ്മ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അടതാപ്പ് വാടിയൊക്കെ പോകും. മഴ ഇല്ലെങ്കിൽ എല്ലാവരും നനച്ചു കൊടുക്കണം. നമുക്കില്ലേ ഇലകളൊക്കെ ഇട്ട് നമുക്ക് പൊതിട്ട് കൊടുക്കാം. പൊതിട്ട് കൊടുത്തു കഴിഞ്ഞാല് ചൂടൊന്നും ഏക്കുകയുമില്ല. അപ്പൊ നല്ല രീതിയിൽ തന്നെ അടതാപ്പ് വളരുകയും ചെയ്യും. അപ്പൊ നമുക്കിത് കരിയിൽ ഇട്ട് കൊടുക്കാണ്ട. കരിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈർപ്പം കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ വാട്ടമൊന്നും കിഴങ്ങിന് പറ്റുകയില്ല. അപ്പൊ നമുക്ക് എന്ത് നട്ട് കഴിഞ്ഞാലും നമുക്ക് കരിയിലിട്ട് പൊതി ഇട്ട് കൊടുക്കണം, നല്ലതാണ്. ഇപ്പൊ ഒന്നാമത് ഭയങ്കര ചൂടാണല്ലോ. നമുക്ക് ഇതേപോലെ പൊതിട്ട് കൊടുക്കാം. അപ്പൊ അടതാപ്പ് ഞാൻ പറഞ്ഞില്ല അടിയിൽ ഒരു കിഴങ്ങ് ഉണ്ടാവുന്നത്. മിക്ക ആളുകൾക്കും അറിയില്ല അടതാപ്പ് അടിയിൽ കിഴങ്ങ് ഉണ്ടാവുമെന്ന്. പക്ഷെ അടിയിലത്തെ കിഴങ്ങ് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം നമ്മ ഈ ചാക്കുകളിലും ബാഗിലൊക്കെയാണ് അടതാപ്പ് നട്ടിരുന്നത് കണ്ട. അപ്പൊ നമ്മ അടതാപ്പ് പിന്നെ ഇപ്പൊ ഈ വർഷം ഇനി ഇത് മുളച്ചു വരികയും ചെയ്യും. കണ്ട, ഇതാണ് അടിയിലുണ്ടാകണ അടതാപ്പിന്റെ കിഴങ്ങ്. ഇത് നല്ല ടേസ്റ്റാണ് ഈ അടതാപ്പിന്റെ കിഴങ്ങ്. ഇനി ഇത് മുളച്ചു വരികയും ചെയ്യും. അപ്പൊ മുളച്ചു നമുക്ക് ഇതും നടാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷെ ഇത് ഒരുപാട് ഗുണങ്ങൾ കൂടിയത് അടിയിലത്തെ കിഴങ്ങിന്. അപ്പൊ നമ്മ ഇതെന്തായാലും ഉപയോഗിക്കാൻ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇതെല്ലാത്തിലും തന്നെ ഉണ്ട് കണ്ട. ഇതിലൊക്കെ നമ്മ നട്ടിട്ട് കണ്ട മുള വന്നണ്ട. ഈ വർഷം ഇത് വീണ്ടും മുളച്ചു വന്നോളൂ. സമയമാകുമ്പോ അടതാപ്പ് തനിയെ മുളക്കും. എല്ലാ ബാഗിലും തന്നെ ഉണ്ട് കണ്ട. ഇതിലൊക്കെ ഉണ്ട്. അടിയിലത്തെ കിഴങ്ങ് നമ്മ വലിപ്പം ഉള്ള കിഴങ്ങുണ്ടാവും, ചെറിയ കിഴങ്ങുകളൊക്കെ ഉണ്ടാവും. അത് നമ്മ നടണ കണ്ട. ഇതൊക്കെ കണ്ട എല്ലാ ചാക്കിലും ഉണ്ട് കണ്ട, മുളച്ചു തന്നെ കണ്ട. ഒരു സമയമാകുമ്പോ കറക്റ്റ് ഉണക്കമണ്ണിലാണ് കിടക്കുന്നത് പോലും സമയമാകുമ്പോ കറക്റ്റ് ആയിട്ട് തന്നെ അടതാപ്പ് മുളക്കും. അപ്പൊ എല്ലാവരും അടതാപ്പൊക്കെ നടണം. ഈ മാസത്തിൽ തന്നെ അടതാപ്പ് നട്ടോ നമുക്കൊരു ജൂലൈ ആഗസ്റ്റോട് കൂടെ തന്നെ അടതാപ്പ് നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. അധികം നാളൊന്നും വേണ്ട അടതാപ്പ് ഉണ്ടാകാനായിട്ട്. അടതാപ്പ് പെട്ടെന്ന് തന്നെ ഉണ്ടാകണതാണ് വള്ളി വീശി കഴിഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമുക്ക് കുറച്ച് നാളുകൾ വരെയും അടതാപ്പ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഡിസംബർ മാസം വരെ അടതാപ്പ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത കൊല്ലത്തിനുള്ള വിത്തൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അതിൽ നിന്ന് ബാക്കിയുള്ളത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും അടതാപ്പൊക്കെ നടണം. നമുക്ക് ചാക്ക് തന്നെ വേണമെന്നില്ല അടതാപ്പ് നടാൻ. ചെടിച്ചട്ടിയിൽ നടാ, ഗ്രോ ബാഗിൽ നടാ. ഇനിയിപ്പൊ മണ്ണില് സ്ഥലമുള്ളവർക്ക് മണ്ണിൽ നട്ടുകൊടുക്കാം. അപ്പം നമുക്ക് എന്തിൽ വേണമെങ്കിലും നടാൻ പറ്റിയതാണ് അടതാപ്പ്. അപ്പൊ എല്ലാവരും അടതാപ്പൊക്കെ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.